അപ്പത്തിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് സ്റ്റൂ ആണ് അല്ലേ? അത് മുട്ട സ്റ്റൂ ആയിരുന്നാലും ചിക്കൻ സ്റ്റൂ ആയിരുന്നാലും വെജിറ്റബിൾ സ്റ്റൂ ആയിരുന്നാലും ആ തേങ്ങാപ്പാലിൻ്റെ ഒരു കോമ്പിനേഷനാണ് അപ്പത്തിന് ഏറ്റവും നല്ല കൂട്ടി കഴിക്കാനുള്ള സൈഡ് ഡിഷ് എന്ന് പറയുന്നത്. നമുക്കിതൊരു മുട്ട സ്റ്റൂ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാനതിന് ഒരു 2 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വേറെ ഒരു സാധനങ്ങളും നമുക്ക് ഈ സ്റ്റൂവിന് ആവശ്യമില്ല. ഒരു കടായി അടുപ്പിലോട്ട് വെച്ചിട്ട് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ സവാള ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തീ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ സവാള ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. കാരണം തീ നമ്മൾ ലോയിൽ വെച്ചിട്ട് ബ്രൗണിഷ് ആയിട്ടൊന്നും സവാളയുടെ കളറൊന്നും മാറണ്ട. ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അല്പം പെപ്പർ പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൊടി. ഇനി നമ്മൾ ഒരു ചെറിയ കപ്പിന് 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 സവാള അല്ലേ, അതിന് ഒരു 1/4 മുറി തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അടുപ്പ് ഓഫ് ചെയ്തിട്ട് പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ആ മുട്ടയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വേറെ ഒരു പരിപാടിയില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനായിട്ട്. അപ്പം നിങ്ങളിത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്താ നിങ്ങളുടെ കമൻറ്റും ഒക്കെ ഒന്ന് അറിയിക്കാനും മറക്കരുത് കേട്ടോ.